നമ്മുടെ മക്കളെ കൊണ്ട് നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിന് ചിലപ്പോൾ ചെറിയ ചെറിയ സമ്മാനങ്ങൾ കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കണം. പ്രത്യേകിച്ച് റബ്ബുമായി അടുക്കുന്ന ദീനി ചിട്ടകളിൽ അവർക്കൊരു പ്രോത്സാഹനം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത് നന്നായിരിക്കും. ഞാനൊരു കഥ പറയട്ടെ നിങ്ങളോട്. താബിയകളിൽ പ്രമുഖനായ മഹാനായ സുബൈദുൽ യാമി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പള്ളിയിൽ മുഅദ്ദിനായി ജോലി ചെയ്യുന്ന സമയത്ത് ആ നാട്ടിലുള്ള കുട്ടികളോട് നിങ്ങൾ നിസ്കരിച്ചാൽ ഞാനൊരു സമ്മാനം തരാമെന്ന് പറഞ്ഞ് ബാങ്ക് കൊടുക്കുമ്പോൾ എല്ലാ കുട്ടികളെയും പള്ളിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അങ്ങനെ ബാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ മഹാനവറുകൾ ആ സമ്മാനം കുട്ടികൾക്ക് കൊടുക്കും. ഇത് കണ്ട ചില ആളുകൾ മഹാനവറുകളോട് ചോദിച്ചു, അല്ല, ഏത് സമയത്തും ഇങ്ങനെ ശീലിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ചെലവുകൾ ഏറെയല്ലേ? അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഞാനിത് ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടം കുട്ടികൾ പള്ളിയുമായി അടുക്കുകയും നിസ്കരിക്കാൻ വരികയും അതൊരു ശീലമാക്കുകയും നിസ്കാരം പഠിക്കുകയും ചെയ്യും അവർ. എനിക്കാണെങ്കിലോ ഒരു 5 ദിർഹമിൻ്റെ ചെലവേ ഉള്ളൂ. ഇതിൽ വലിയൊരു പാഠം നമുക്കുണ്ട്. നമുക്ക് കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രോത്സാഹനം നൽകാൻ വേണ്ടി ചെറിയ ചെറിയ സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ അവരെ മനസ്സിൽ ഒരു സസന്തോഷം കളിയാടും. ജീവിതത്തിലുടനീളം അതവർ മറക്കാതെ കൊണ്ടു നടക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കുട്ടികളെ ഖുർആൻ ഓതാൻ പഠിപ്പിക്കുമ്പോഴും നിസ്കാരം നിലനിർത്താൻ വേണ്ടി പറയുമ്പോഴും അവർക്കിടയ്ക്കിടയ്ക്ക് ഇബാദത്തുകൾ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പ്രോത്സാഹന സമ്മാനം കൊടുക്കണം നാം. എങ്കിൽ അവർ അത് ശീലങ്ങളായി കൊണ്ടു നടക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ആളുകളെ കൂട്ടത്തിൽ, നല്ല കുട്ടികളെ കൂട്ടത്തിൽ നമ്മയും നമ്മുടെ കുട്ടികളെയും മക്കളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.